ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലും അതിനെതിരായ പോലീസ് നടപടിയിലും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ മകനും നടനുമായ മാധവ് സുരേഷ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്ക് മേൽ ബലപ്രയോഗം നടത്തുകയാണെന്ന് മാധവ് സുരേഷ് കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കരുവാക്കുകയാണെന്നും കൂടെ മാധവ് ആരോപിക്കുന്നുണ്ട്. തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷ പ്രതികരണം പ്രതീക്ഷിക്കുന്നവർ നിരാശരാകേണ്ടി വരുമെന്നും മാധവ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലായിരുന്നു മാധവിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഇവിടെ സംഭവിക്കുന്നത് ചില കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്ക് മേൽ ബലപ്രയോഗം നടത്തുന്നു. ഭരിക്കുന്നവരുമായി ആരോഗ്യകരമായ മത്സരത്തിന് നേതൃത്വം നൽകേണ്ടവർ ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ അജണ്ട നടപ്പാക്കുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തെ സാധാരണക്കാരാണ് ഇവിടെ പരാജയപ്പെടുന്നത്. ഇതിനെല്ലാം സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോഴത് അസാധ്യമെന്നാണ് തോന്നുന്നത്. രാജ്യമാണ് എപ്പോഴും വലുത് എന്നും മാധവ് വ്യക്തമാക്കി. കണ്ണ് തുറന്ന് എന്താണ് നടക്കുന്നതെന്ന് കാണൂ. വിദ്യാർത്ഥികളെ ഒരു വിഭാഗം ആക്രമിക്കുന്നു, മറ്റൊരു വിഭാഗം അവരെ കരുവാക്കുന്നു. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ശരിക്കും ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റില്ല. ഓരോ ഇന്ത്യക്കാരനും ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും മാധവ് എഴുതി. അനാവശ്യമായ മോശം സന്ദേശങ്ങൾക്കുള്ള മറുപടി അതേ ഭാഷയിലായിരിക്കും. ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് BJPയോട് ചിലരുടെ വിരോധം എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അപൊളിറ്റിക്കലാണ്. സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം രാജ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്നവരെ ഞാൻ അങ്ങനെ തുടരും എന്നും മാധവ് പറയും. നേരത്തെയും മാധവ് സുരേഷ് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അച്ഛൻ BJP മന്ത്രിയായതുകൊണ്ട് ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്നാൽ ഞാൻ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം 10 വർഷം മുമ്പ് പുറത്തു നിന്നുള്ളവർ ഇന്ത്യയെ കാണുന്നത് ഒരു തേർഡ് വേൾഡ് കൺട്രി ആയിട്ടായിരുന്നു. എന്നാൽ മോദി അധികാരത്തിൽ വന്ന് കുറച്ചു കഴിഞ്ഞതോടെ ആ കാഴ്ചപ്പാട് മാറി എന്നാണ് മാധവ് സുരേഷ് പറഞ്ഞത്. അതേപോലെ കേരളത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടം തുടർന്നാൽ അവരുടെ താടിയെല്ല് തകർക്കാനുള്ള ലൈസൻസ് തനിക്ക് തരണമെന്നും മാധവ് സുരേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അന്ന് മാധവിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ചില ബസ്സുകാരുടെ പോക്ക് കണ്ടാൽ മറ്റു വാഹനങ്ങളിൽ പോകുന്ന സാധാരണക്കാരൻ മനസ്സിൽ വിചാരിക്കുന്ന അതേ കാര്യമാണ് മാധവ് പറഞ്ഞതെന്നും അതിന് പ്രൈവറ്റ് ആയാലും KSRTC ആയാലും റോഡ് സ്വന്തം തന്തയുടെ വകയാണെന്ന രീതിയിൽ പോകുന്നവന്മാരുടെ താടിയെല്ല് തകർക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ബസ്സുകാരുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്നവരെ മാധവ് സുരേഷ് പറഞ്ഞ രീതിയിൽ തന്നെ നേരിടണം എന്ന അഭിപ്രായക്കാർ അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ടുമായി എത്തി. ഇപ്പോൾ ജന്തർ മന്ദറിലെ നീറ്റ് സമര വിഷയത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞ മാധവ് ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ സുഡാപ്പിയാക്കും, എന്നാൽ പ്രതികരിച്ചില്ലെങ്കിൽ തന്നെ സംഘീയം ആക്കുമെന്നാണ് മാധവ് പരിഹാസത്തോടെ പറയുന്നത്.